സർക്കാരിന് വിളിച്ചു പറയാൻ എന്തെന്നറിയാമോ? മത്സ്യത്തൊഴിലിന് പോകരുത്, മത്സ്യത്തൊഴിലിന് പോകരുത്, മത്സ്യത്തൊഴിലിന് പോകരുത്. അവർ ഒരു അനുകൂലം തരാത്തതുകൊണ്ട് ചത്താ ചാവട്ടെന്ന് പറഞ്ഞാൽ അവരെ മക്കൾക്ക് വേണ്ടി പോകണം മോളെ. കേരള തീരത്തെ തുടർച്ചയായ കപ്പൽ അപകടങ്ങൾ, 52 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം, പോരാത്തതിന് മഴയും കാറ്റും. കടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഇത് വെല്ലുവിളികളുടെ സമയമാണ്. ട്രോളിംഗ് ആരംഭിച്ചല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടങ്ങളില്ല, മീൻ വേണ്ട, മീനുകളില്ല, മീനാണ് പോകുന്നില്ല, മീനുകൾ വേണ്ട, കരുവാടികൾ വേണ്ട. പിന്നെ കച്ചവടം മീനുണ്ട്, കച്ചവടത്തിന് ആൾ വന്നാലല്ലേ കച്ചവടങ്ങൾ നടക്കുള്ളൂ, അല്ല കച്ചവടങ്ങൾ നടക്കാതെ എന്തൊരു ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വന്ന് കണ്ടല്ല എന്തെങ്കിലും മത്സ്യം ഉണ്ടോ? മത്സ്യം ഇല്ലല്ലോ. കറിക്ക് വരെ ഒരു പൊടി കിട്ടാതെ ഞങ്ങൾ ജീവിക്കുകയാണ്. സർക്കാരിന് വിളിച്ചു പറയാൻ എന്തെന്നറിയാമോ? മത്സ്യത്തൊഴിലിന് പോകരുത്, മത്സ്യത്തൊഴിലിന് പോകരുത്, മത്സ്യത്തൊഴിലിന് പോകരുത്. മത്സ്യത്തൊഴിലിന് പോവാതെ ഞങ്ങളുടെ ഗതി എന്തരാണ് പറയണത്? ഈ 5 കുട്ടികളായിട്ടാണ് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എന്തരെന്ന് പറയും നിങ്ങൾ പറയും. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ തീരമേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന 1,55,018 കുടുംബങ്ങളാണ് ഉള്ളത്. അതിൽ 78,498 പേർ മത്സ്യബന്ധനം മാത്രം തൊഴിലാക്കിയവർ, 27,020 പേർ മത്സ്യബന്ധനമോ അനുബന്ധ തൊഴിലുകളോ ചെയ്യുന്നവരാണ്. മഴയും കപ്പൽ അപകടങ്ങളും ട്രോളിംഗ് നിരോധനവും തിരിച്ചടിയായത് ഈ വലിയൊരു വിഭാഗത്തിനാണ്. കച്ചവടമൊന്നും ഇല്ല മോളെ, ഭയങ്കര കാറ്റ്, പണിക്കൊന്നും പോകില്ല. ഈ കാറ്റ് വന്നാൽ പണിക്ക് പോയാൽ ഭയങ്കര നഷ്ടങ്ങൾ. മത്സ്യത്തൊഴിലാളികളില്ലയോ മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് ഫീസ് കൊടുക്കാനും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ ഇത് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത്, ഇത് വിട്ടാൽ വേറെ സമ്പത്തില്ല മോളെ. അങ്ങനെ കഷ്ടപ്പെട്ട ജീവിതമാണ് മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത്. ഗവൺമെൻറ് അത് തരും, ഇത് തരും, ആന തരും, പൂന തരും എന്ന് പറഞ്ഞാൽ പക്ഷെ അവരെ കൊണ്ട് ഒരു രൂപ കൊണ്ട് നേട്ടമില്ല. ഇത് കൊണ്ടിയല്ല ഞങ്ങളുടെ ജീവിതം കളിക്കുന്നത്. ഇതില്ലെങ്കിൽ, ഇത് വരുമാനമില്ലെങ്കിൽ പഠിത്തത്തിന് ബുദ്ധിമുട്ടും, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ നമുക്കില്ല, കിട്ടൂല. മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം ബുദ്ധിമുട്ട് തന്നെ. പിന്നെ മത്സ്യത്തൊഴിലാളികൾ അവർ ഒരു അനുകൂലം തരാത്തതുകൊണ്ട് ചത്താ ചാവട്ടെന്ന് പറഞ്ഞാൽ അവരെ മക്കൾക്ക് വേണ്ടി പോകണം പോകണം. ഇത് പോയിക്കൊണ്ട് തിരിച്ചു വന്നാൽ ഇനി നമ്മൾ ആളായി, ഇല്ലെങ്കിൽ നമ്മുടെ ആളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് സഹായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ ജോലിക്കെന്ന് പറഞ്ഞിട്ട് അവർ പോകണം. പോയിട്ട് ഇതുപോലെ മോൻ പണിക്ക് പോയിരിക്കുന്നത് ഇതുവരെ ആണെന്നില്ല. അണയണവരെ അമ്മയുടെ കൃത എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാൻ മോൾ. അത് വന്നാൽ തന്നെ എൻ്റെ മോനായി, പക്ഷേ അത് വന്നില്ലെങ്കിൽ എൻ്റെ മോൻ എനിക്ക് കിട്ടുമില്ല. അപ്പോൾ അവരെ കൊണ്ട് ഒരു അനുകൂലം ഇല്ലാത്തതുകൊണ്ട് ആ സാഹചര്യം മോശമായിട്ടാണ് അവർ ഈ പണിക്ക് പോകുന്നത് മോളെ. ഇതിപ്പോഴല്ല, ഈ കാറ്റ് വന്ന് ഒരു മാസത്തിൽ കൂടുതലായി. അല്ലെങ്കിൽ ഇതുപോലെ നാളിൽ ഇഷ്ടം പോലെ മീനുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പം ഈ കാറ്റ് മുഖാന്തരമാണ് അവർ പഠിക്കാൻ ബുദ്ധിമുട്ട്. അവർക്കൊരു ഒന്നും നടക്കണില്ല, അവർ വെള്ളം അടിക്കണവർ, അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കറിയാം, വീട്ടിൻ്റെ സാഹചര്യം അറിയാം. ഇതിനെയൊക്കെ ഭയങ്കരമായ കഷ്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് ഇത് തന്നെ മോളെ. കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടൽ വിഭവങ്ങൾ ഭക്ഷിക്കുന്നത് അപകടമാണ് എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മത്സ്യവിപണിക്ക് തിരിച്ചടിയായി. മത്സ്യഫെഡ് MD P സഹദേവൻ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ വിവരമനുസരിച്ച് മത്സ്യഫെഡിന്റെ ഔട്ട്ലെറ്റുകളിൽ പോലും സാധാരണ നടക്കുന്ന കച്ചവടത്തിന്റെ 25% മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വിഴിഞ്ഞം തീരത്തും അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും മത്സ്യവിപണനത്തിനായി എത്തുന്ന വലുതും ചെറുതുമായ എല്ലാ മത്സ്യ കച്ചവടക്കാരുടെയും സ്ഥിതി വിപരീതമല്ല. ഇതിലും പരിതാപകരമാണെന്ന് വേണം പറയാൻ.
ട്രോളിംഗ് ആരംഭിച്ചല്ലോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ മത്സ്യവിപണി? ട്രോളിംഗ് ആരംഭിച്ചപ്പോൾ ട്രോളിങ്ങൾ വളരെ വളരെ കുറവ്, മത്സ്യങ്ങളില്ല. ഈ ചൂരക്കുട്ടിയൊക്കെ 20 രൂപ 30 രൂപ വിൽക്കാനുള്ള സമയത്തിന് 100 രൂപ 125 രൂപ. ഉൾക്കടലിലോട്ട് കയറാനൊന്നും പറ്റുന്നില്ല. അവിടെ നിന്ന് കപ്പൽ റോളിങ് വരണം, അതിനെ കൊണ്ട് ചാച്ചിടണം, അത് കമന്ന് പോകണം. മീനുകൾക്ക് ഭയങ്കര വളരെ വളരെ നാശനഷ്ടങ്ങൾ. നമുക്ക് വരവുണ്ടെങ്കിൽ ഈ ചിലവുകൾ ചെയ്ത് നമുക്ക് വീട്ടിൽ ആഹാരങ്ങൾ വെക്കണം, മക്കളെ സ്കൂളിൽ വിടണം, അവരെ പഠിപ്പിക്കണം, രോഗികൾ കിടക്കണം, ആശുപത്രിയിലോട്ട് പോകണം. അപ്പോൾ ഇതിന് വരവുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റോളിങ് വളരെ വളരെ കുറവ്, അതുകൊണ്ട് നമുക്ക് വരുമാനങ്ങളൊക്കെ ഒന്നുമില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ദരിദ്രരായിട്ടാണ് ജീവിക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് 1 രൂപ പോലും ഒരു ആനുകൂല്യം കൊടുത്ത് മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു നിർത്തുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അദാനി വന്ന കാരണം മത്സ്യത്തിന് വളരെ ബുദ്ധിമുട്ട്. നിലവിൽ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് സർക്കാർ കളർ കോഡ് അനുസരിച്ചുള്ള നിയന്ത്രിത മത്സ്യബന്ധനം മാത്രമാണ് ഇപ്പോഴുള്ളത്. സർക്കാർ അനുവദിച്ചിരിക്കുന്ന ദൂരപരിധിയിൽ കളർ കോഡ് പ്രകാരമുള്ള വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും മാത്രമേ നിലവിൽ മീൻ പിടിക്കാൻ പോകാൻ കഴിയുള്ളൂ. എന്നാൽ പലപ്പോഴും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് പാലിക്കാൻ കഴിയില്ല എന്നതാണ് ഇവരുടെ പക്ഷം. ഒരു ശരിയായ വ്യവസ്ഥാപിതമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല മത്സ്യത്തൊഴിലാളികളുടെ മീൻ കഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ഒരു തെറ്റായൊരു പ്രസ്താവന വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ കടലോര മത്സ്യമേഖലയിലെ മീനുകൾ മത്സ്യത്തൊഴിലാളികൾ കടപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിലെ കരയിലുള്ള ഈ മീൻ ഭക്ഷിക്കുന്ന ഹോട്ടലുകളാകട്ടെ, റെസ്റ്റോറൻറ്റുകളാകട്ടെ, സാധാരണക്കാരാകട്ടെ, ഉദ്യോഗസ്ഥരാകട്ടെ, ബഹുഭൂരിപക്ഷം ആളുകളും ഈ നല്ല ഫ്രഷായിട്ടുള്ള പച്ചയായ മത്സ്യത്തെ പൂർണ്ണമായും ഇതിൻ്റെ തെറ്റായ നിർദ്ദേശത്തെ തുടർന്ന് വാങ്ങിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവിടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കച്ചവടത്തിന് പോകുന്ന അമ്മമാർ വീടുകളിൽ മീൻ കൊണ്ടുപോകുമ്പോൾ ആ മീൻ പോലും ന്യായമായ വില കൊടുക്കുന്നത് മാത്രമല്ല, പൂർണ്ണമായിട്ടും ടി വികളിലും പത്രമാധ്യമങ്ങളിലും മറ്റ് ചർച്ചകളിലും തെറ്റായ വ്യവസ്ഥകൾ കൊണ്ട്, പ്രസ്താവനകൾ കൊണ്ട് ആളുകളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ, പേടിപ്പിക്കുന്ന രീതിയിൽ മീൻ കഴിച്ചാൽ മരിച്ചു പോകും, അല്ലെങ്കിൽ മീൻ കഴിച്ചാൽ മാരകമായ അസുഖം ഉണ്ടാകും എന്ന് പറയുന്ന തെറ്റായ പ്രസ്താവനയിലൂടെ നമ്മുടെ കച്ചവടത്തിന് പോകുന്ന അമ്മമാർ മീൻ കൊണ്ടുപോകുമ്പോൾ ആരും വാങ്ങാറില്ല. മത്സ്യ ലഭ്യത അനുസരിച്ച് നീങ്ങുമ്പോൾ ദൂരപരിധി മറികടന്നേക്കാമെന്നും വളരെ കുറച്ച് വള്ളങ്ങളും ബോട്ടുകളും മാത്രമേ ഈ കളർ കോഡ് സംവിധാനത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നതും ഒരു ന്യൂനതയാണ്. ട്രോളിംഗ് സമയത്ത് ഇതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ ആവില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പക്ഷം. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് സർക്കാർ 10 കോടി രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് ഇടക്കാലാശ്വാസം എന്ന നിലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വകയിരുത്തുന്ന പ്രതിമാസം 1000 രൂപയും 6 കിലോ അരിയും ഒരു കുടുംബത്തിന്റെ നിത്യ ചിലവുകൾ നിർവഹിക്കാൻ പോലും മതിയാകില്ല എന്നതാണ് വസ്തുത. വിപണിയും സർക്കാരും മാറി മാറി പരീക്ഷിക്കുമ്പോൾ കാറ്റിലും കോളിലും ആടിയുലയാതെ ജീവിതത്തെ കരയ്ക്കടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ തീരജനത.